Oh my God. ഹലോ ഗൈസ്, നമ്മൾ രാവിലെ ദുബായിൽ ഇങ്ങനെ വെറുതെ ഭയങ്കര ശാന്തമുള്ളൊരു ദുബായി. ഇപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്നത് തന്നെ പിടിക്കുമോയെന്ന് എനിക്കറിയില്ല. നടക്കുന്നു ഒരു ദിവസം, അവധിയുള്ള ദിവസം അവലെ ഇറങ്ങി കാമാണ്, ക്വയറ്റാണ്. ദുബായ് വന്നിട്ട് ഇപ്പോഴാണ് നേരെ ചൊവ്വ ഒരു പച്ചപ്പുള്ള ഒരു സ്ഥലത്തൊക്കെ വരുന്നത്. പച്ചപ്പൊക്കെ കണ്ടപ്പോൾ എന്തൊരു സമാധാനം. ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് റെസിഡൻസിൻ്റെ പാർക്കാണ്. ഇപ്പം അവന്മാർ എന്തെങ്കിലും പറയുമോയെന്ന് എനിക്കറിയില്ല. അവിടെ ഫുള്ള് കൂടിയ കാസ്, ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ്. ഈ ബെഞ്ചിലൊന്ന് വന്നിരിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിക്കും. രാവിലെ ആയതുകൊണ്ട് ആരും ഒന്നും പറയത്തില്ലെന്ന് വിശ്വസിക്കുന്നു. നല്ല കിളികളും നല്ല പച്ചപ്പുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും, ഞാൻ അങ്ങനെ ഇറങ്ങാറില്ല, അത് വേറെ കാര്യം. ദുബായിൽ വന്നിട്ട് ഏകദേശം എന്താ വോയിസ് എൻഹാൻസ്മെന്റ് ഒക്കെ ഏകദേശം ഒരു കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് 5-ാം മാസം തുടങ്ങുന്നു. 4-ാം മാസത്തെ സാലറി വരാൻ പോകുന്നു. അപ്പം ഇത്രയും നാള് കുഴപ്പമില്ല. ഇനിഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെങ്കിലും ലൈഫ് കുറച്ചൊരു സ്റ്റേബിളാണ്. ആദ്യമൊക്കെ ഞാനും കുറെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഭയങ്കര സ്പീഡാണ് വർക്ക് ഒക്കെ. റോക്കറ്റൊക്കെ പോകുന്ന ബോംബൊക്കെ വീഴുമോ, സ്പീഡാണ് വർക്കും കാര്യങ്ങളും ഒക്കെ. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം കുഴപ്പമില്ല തോന്നുന്നു. പിന്നെ ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ്, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പം ഏകദേശം ഒരു 100-120 ദിവസം തികച്ചു. പൈസ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ദുബായ്. പിന്നെ 2 ദിവസം വീക്കിലി ഓഫൊക്കെ കിട്ടുമെങ്കിൽ ദുബായ് സെറ്റാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പം നോക്കി ക്രോസ് ചെയ്തില്ലെങ്കിൽ ഫൈൻ വരും. വണ്ടി നല്ല സ്പീഡിലാണ് വരുന്നത്. അങ്ങനൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് പിടിക്കും. ഇവിടെ എന്തോ പെർമിറ്റാ എന്തൊക്കെയാ വേണം. അപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ കാര്യമുണ്ട്, വീഡിയോ എടുക്കാവോ ഇല്ലയോ. പിടിച്ചു കഴിഞ്ഞാൽ 60,000 ദിർഹംസൊക്കെയാണ് ഇവിടുത്തെ ഫൈൻ. സ്ഥലം കൊള്ളാം, ഗ്രീൻ വ്യൂസ്, അടിപൊളി സ്ഥലം. അപ്പോൾ ഗൈസ്, ഞാനിപ്പം നിൽക്കുന്ന ദുബായിൽ അത്യാവശ്യം ഒരു ലക്ഷറി ആയിട്ടുള്ളൊരു സ്ഥലങ്ങളിലാന്ന് വിഷയമാണ്. ഇതൊക്കെ ദുബായിൽ ലക്ഷറി തന്നെയാണ്. ദുബായെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പാർക്കും അങ്ങനെ ഒരു മൗണ്ടൻ ഫ്ലോയും എല്ലാം ലക്ഷറിയാണ്. പിന്നെ എൻ്റെ ക്യാമറയും കൂടെ എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പം അത്യാവശ്യം ഒരു സ്ഥലം തന്നെയാണ് ഇത്. രസമുണ്ട്. ഒരു കേരളത്തിൻ്റെ ഫീലില്ലെങ്കിലും കിളികളുടെ ഒക്കെ സൗണ്ടൊക്കെ കേൾക്കാം. രാവിലെ ആൾക്കാരൊക്കെ നടക്കാനൊക്കെ പോകുന്നു. രസമുണ്ട് ഇത്. ഇന്ന് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് അൽ ഫഹദി ഹിസ്റ്റോറിക്കൽ വില്ലേജിൽ പോകുന്നതാണ്. നല്ല മഴയൊക്കെയുള്ള ദിവസം നോക്കണം. 2-3 സ്ഥലത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്നുണ്ടാക്കണം. പിന്നെയുള്ള വീഡിയോസ് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, വളരെ അപ്രതീക്ഷിതമായിട്ട് മടി പിടിച്ച് ഞാൻ ഈ സ്ഥലത്ത് വന്നതാണ്. രാവിലെ ചെറിയതും മഴക്കോളും ചാറ്റലും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും സ്ഥലത്ത് വന്ന്. പക്ഷേ ഇത് വെർത്തിട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേരൊന്നും ഇതിലൊക്കെ കണ്ടോ, നല്ല അലാവുദ്ദീൻ അത്ഭുത വിളക്ക് സെറ്റപ്പ്. ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. എന്നൊരു മഴയുള്ള ദിവസം പിന്നെ അങ്ങനെയൊക്കെ നിൽക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക്. പക്ഷേ
അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പം നോക്കണം. ഇത് വൈബ് സ്ഥലം. ദുബായിൽ വരുവാണെങ്കിൽ ഒരു വട്ടം ഈ ഹെറിറ്റേജ് വില്ലേജ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. വീടെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം നമ്മളങ്ങനെ അൽ ഫഹദി ഹിസ്റ്റോറിക്കൽ ഏരിയ കഴിഞ്ഞ് നമ്മൾ അടുത്തത് അവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. കോഫി മ്യൂസിയമാണ് ആക്ച്വലി. അപ്പോൾ അവിടെ കയറാൻ 10 ദിർഹംസ് ആണ്. ഞാൻ പോയ ദിവസം എന്ന് വെച്ചാൽ മറ്റേ വാറിൻ്റെ പീക്ക് സമയമാണ്, മഴയുള്ള സമയമാണ്, ഒറ്റ മനുഷ്യരില്ല. ഈ ഹിസ്റ്റോറിക്കൽ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഈ കോഫി മ്യൂസിയത്തിലും ഞാൻ മാത്രമേ ഉള്ളൂ, എല്ലായിടത്തും ഞാൻ മാത്രം. പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ദുബായിൽ അങ്ങനെ മഴ കിട്ടുന്ന എക്സ്പീരിയൻസ് വളരെ റെയറാണ്. അപ്പോൾ മഴയത്ത് കൊടയൊക്കെ പിടിച്ച് പോകുന്നത് അങ്ങനെ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലായിരിക്കണം. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കോഫീസ് എങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്ന, ഇവിടെ 2-3 ടൈപ്സ് കോഫീസ് ഉണ്ട്. കോഫീസിൻ്റെ ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അതിൻ്റെ എക്യുപ്മെൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരു വിസിറ്റ് ചെയ്യാൻ വെർത്തിട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. പഴയ കറൻസീസും അങ്ങനെയുള്ള കാര്യമുണ്ട്. ഇതിൻ്റെ ഇടയിൽ പെനഡോൾ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ പണ്ടത്തെ സ്ഥലമാണെങ്കിലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടേബിളും കാര്യങ്ങളും അവർ യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒബ്ര അങ്ങനെയാണെന്ന് തോന്നുന്നു, യെസ്, അവിടെയാണ് പോയത്. ജസ്റ്റ് 1 ദിർഹം അബ്രയുള്ളൂ, 1 ദിർഹമേ ഉള്ളൂ അബ്രയിലുള്ള റേറ്റ്. അബ്രയിൽ കയറി നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസും ചെയ്ത് വന്നു. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ട്രൈക്ക് ഉള്ളതുണ്ട് ഇത്. നമ്മുടെ അബ്ര റൈഡ് കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ JBR ബീച്ചിലോട്ടാണ് പോകുന്നത്. ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു സൺസെറ്റ് എനിക്ക് കാണാൻ പറ്റി. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ജയൻ്റ് വീല് തന്നെയാണ്. ദുബായിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ബീച്ചിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സോളോ ആയിട്ടാണ് ട്രാവൽ ചെയ്തത്. അതാണ് എന്നെ അതും വീഡിയോയിൽ കാണാൻ പറ്റാത്തത്. ദുബായിക്കുള്ള സോളോ ട്രിപ്പ്. അങ്ങനെ എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ഡേ ഇവിടെ അവസാനിക്കുകയാണ്. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റാൻഡം ക്ലിപ്സ് ഞാൻ ഇട്ടും, ജസ്റ്റ് ഫോർ മെമ്മറീസ്. അപ്പം ഓക്കെ, ബൈ.